എന്തായാലും മോളെ നീ താഴെ ഇരുന്ന് കഴിക്കുന്നത്? ഇവിടെ ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ലേ? അത് ഞാൻ പറഞ്ഞോ നീ താഴെ ഇരുന്ന് കഴിച്ചാൽ മതി. അയ്യോ അതല്ല, ഇവിടുത്തെ ഡൈനിങ് ടേബിളിന്റെ കാലിൽ എന്റെ കാല് ചെറുതായിട്ടൊന്ന് തട്ടി. അതിന് തറയിലിരുന്ന് കഴിക്കുന്നത് എന്തിനാ? എന്റെ കാല് തട്ടി ദേഷ്യത്തിൽ ചേട്ടൻ ടേബിളിന്റെ കാലെല്ലാം തല്ലി ഓടിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് തറയിലിരുന്നാ കഴിക്കുന്നത്. ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാ. ഇന്നലെ ഞാനൊരു പാറ്റയെ കണ്ട് പേടിച്ചതിന് ആ പാറ്റ എന്താ ചെയ്തെന്നറിയോ? പാറ്റ എന്ത് ചെയ്തു? ആ പാറ്റയെ പിടിച്ച് ഫെവിക്വിക്ക് വെച്ച് ടിവിയിൽ ഒട്ടിച്ചു വെച്ച് എന്നിട്ട് ആകാശങ്ങ് സിനിമ ഇട്ടു കൊടുത്ത്. അതെന്തിനി? പാറ്റയെ പേടിപ്പിക്കാൻ. ഓ മൈ ഗോഡ്, സർട്ടിഫൈഡ് സൈക്കോ. ഒരു ദിവസം എനിക്ക് തലവേദന എടുത്തതിന് മരം മുറിക്കുന്ന വാളും എടുത്തോണ്ട് വന്നു. ചേട്ടന്റെ വേദനയില്ലാത്ത തല എനിക്ക് വെച്ചിട്ട് എന്റെ വേദനയുള്ള തല ചേട്ടന് വെക്കാന്. നാട്ടുകാർ ഓടിക്കൂടിയില്ലായിരുന്നെങ്കിൽ 2 തല ഇവിടെ കിടന്ന് ഉരുണ്ടേനെ. നിങ്ങൾ അങ്ങേരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്കൊന്നും പറയല്ലേ. ഇതുകൊണ്ട് നിക്കുന്നു. മക്കളെ നിന്റെ കൈക്കെന്താ പറ്റി? വാവച്ചി പറഞ്ഞില്ലേ? രാത്രി കടന്നപ്പം ചേട്ടന്റെ ഇടത്തെ കൈ അറിയാതെ എന്റെ താടിക്ക് തട്ടി. വാവച്ചിക്ക് നൊന്നും എനിക്ക് സഹിക്കത്തില്ല മാമ. ഞാൻ വലത്തേക്കേക്ക് എന്റെ ഇടത്തേക്ക് തല്ലിയും കുടിച്ചു. അളിയൻ എന്താളേ വയ്യേ? സ്വന്തം കൈ ആരെങ്കിലും തല്ലി പിടിക്കൂ? എന്റെ വാവച്ചിയെ തൊട്ട അത് ഏത് പൊന്നുതമ്പുരാന്റെ കൈയാടേലും ഞാൻ തല്ലി പിടിക്കും. അളിയന്റെ ചുണ്ടും വീങ്ങിയിരിക്കുന്നല്ലോ, ഇതാരെ കടിച്ചു പറിച്ചേ? മനസ്സിലായി ഈ പിള്ളേരുടെ കാര്യം. അയ്യോ മാമ, അതൊന്നും അല്ല. എന്റെ കാലിലൊരു കട്ടുറുമ്പ് അടിച്ചായിരുന്നു. ഞാൻ വിടുവോ? അളിയൻ കട്ടറുമ്പിനെ പിടിച്ച് തിരിച്ചടിച്ചാ? അതെന്റെ കടമയല്ലേ എളിയ. അവൻ പോയ പോക്ക് എനിക്കൊരു ഫ്രഞ്ച് അടിച്ചിട്ടാ പോയെ. കുഴപ്പമില്ല, അവന്റെ പ്ലേഹ പൊട്ടിച്ചാ ഞാൻ വിട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ കൊച്ചിന്റെ ജീവിതം സുരക്ഷിതമായ കരങ്ങളിൽ